നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറയിൽ വെട്ടുകിളി ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. ചെമ്പകപ്പാറ, മുളയ്ക്കൽ, ബോബി ഉൾപ്പെടെയുള്ളവരുടെ പുരയിടങ്ങളിലാണ് വെട്ടുക്കിളിക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത്. കൊന്നത്തടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറ മേഖലയിലാണ് അടുത്തിടെയായി കൃഷിയിടങ്ങളിൽ വെട്ടുകിളി ശല്യം രൂക്ഷമായത്. മുളയ്ക്കൽ ബേബിയുടെയും സഹോദരന്മാരുടെയും പുരയിടങ്ങളിലാണ് വെട്ടുകിളി ശല്യം വ്യാപകമായത്. വെട്ടുകിളി വ്യാപകമായിട്ട് ഇറങ്ങി വാഴയും പൊടിയും മുരിക്കും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരാഴ്ചയായി കാണാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ട് ഭയങ്കരമായിട്ട് പെരുകുക. വ്യാപകമായിട്ട് വാഴയും മുരിക്കും പൊടിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുക. ഓരോ ഭാഗം തീർത്ത് കയറി വന്നുകൊണ്ടിരിക്കുക. ഈ വീടിൻ്റെ അടുത്ത് വരെ താഴത്തെ വരുത്തി തുടങ്ങിയതാ. ഒരു 1/4 ഭാഗത്തെ മുരിക്കും പൊടിയെല്ലാം തീർന്നു. മുരിക്ക്, വാഴ, കപ്പ, പച്ചക്കറി എന്നിവയുടെ ഇലകൾ മുഴുവൻ നിമിഷനേരം കൊണ്ടാണ് കൂട്ടമായി എത്തുന്ന വെട്ടുകിളികൾ തിന്നു തീർക്കുന്നത്. മുൻ വർഷങ്ങളിൽ സമീപത്തെ പെരിഞ്ചാംകുട്ടി തേക്ക് പ്ലാന്റേഷനിലും വെട്ടുകിളികൾ വ്യാപകമായി എത്തിയിരുന്നു. കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നതിന് മുമ്പ് കൃഷിവകുപ്പും ബന്ധപ്പെട്ടവരും നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. പുനലൂരിൽ തെരുവുനായ ആക്രമണത്തിൽ സ്കൂൾ കുട്ടിക്കുൾപ്പെടെ 17 പേർക്ക് കടിയേറ്റു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആന്റി റാബിസ് വാക്സിന് ദൗർലഭ്യം നേരിട്ടത് പ്രതിസന്ധിയുണ്ടാക്കി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 100 യൂണിറ്റ് ആന്റി റാബിസ് വാക്സിൻ പുനലൂർ ആശുപത്രിയിൽ എത്തിച്ചു. ഏറെ നാളായി തെരുവുനായ ശല്യവും ആക്രമണവും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പുനലൂരിലെ ജനങ്ങൾ. ഇന്നലെ മാത്രം 17 പേർക്കാണ് കടിയേറ്റത്. മാർക്കറ്റ് ജംഗ്ഷനിൽ ട്യൂഷൻ കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയായിരുന്ന പുനലൂർ ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അടക്കമുള്ളവർക്കാണ് കടിയേറ്റത്. MLA റോഡിന് സമീപത്തെ കടയിൽ ജോലി ചെയ്തിരുന്ന പുനലൂർ മഞ്ഞമൺകാല സ്വദേശി ഷിജുവിനെ കടയ്ക്കുള്ളിൽ കയറിയാണ് നായ ആക്രമിച്ചത്. ഞാൻ കട പൂട്ടി 6 അപ്പുറത്തെ ഗേറ്റ് പൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഒരു പട്ടി ചാടി കയറി ഈ സൈഡിൽ കയറി പിടിക്കുമോ? തോട്ടോടെ ടൈല് കട കടയ്ക്കകത്ത് കയറി. ഞാനതിന് അതിനെ പൊക്കി കഴുത്തിൽ പിടിച്ചില്ലെങ്കിൽ ഇത് പറഞ്ഞു പോയേനെ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ആന്റി റാബിസ് വാക്സിൻ ഇല്ലാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. പരിക്കേറ്റവരെ സന്ദർശിക്കാനെത്തിയ നഗരസഭാ ചെയർപേഴ്സൺ ഇക്കാര്യം DMOയെ അറിയിച്ചു. ഇതിന് പിന്നാലെ 100 യൂണിറ്റ് ആന്റി റാബിസ് വാക്സിൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആന്റി റാബിസ് സിറം കൊടുക്കാനുള്ള സൗകര്യം പരിഗണിച്ചാണ് ഇവരെ ഇവിടേക്ക് മാറ്റിയത്. ഒരാഴ്ച മുൻപ് പുനലൂർ KSRTC ഡിപ്പോയിലും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. KSRTC ഡ്രൈവർക്കുൾപ്പെടെ 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. തെരുവുനായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കാൻ നടപ്പാക്കിയ ABC പദ്ധതിക്കെതിരെ മൃഗസ്നേഹികൾ കോടതിയെ സമീപിച്ചതോടെ നഗരസഭാ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിരുന്നു. ഇതേ തുടർന്ന് പദ്ധതി നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് 18 കൊല്ലം. പത്തനംതിട്ടയിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപന്നി സീതത്തോട് മലങ്കര പള്ളിയുടെ ഓഡിറ്റോറിയത്തിലേക്ക് ഓടിക്കയറി. ഇതിനെ സീതത്തോട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വനപാലകരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. ആലുവയിൽ മരം വീണ് 8 വയസ്സുകാരൻ മരിച്ചു. കാരോട്ടുപറമ്പിൽ രാജേഷിന്റെ മകൻ അഭിനവ് കൃഷ്ണയാണ് മരിച്ചത്. ശക്തമായ കാറ്റിലാണ് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണത്. 10ഓളം കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപകടം. 3 കുട്ടികൾ മരക്കൊമ്പിനടിയിൽ പെടുകയും 1 കുട്ടി മരിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ്. 20 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 1.5 കോടി രൂപയോളം പിരിച്ചെടുത്തെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. തട്ടിപ്പിൽ സൂത്രധാരനായ ബാലരാമപുരം സ്വദേശി സന്തോഷ് കുമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ പൂജപ്പുര പോലീസ് കേസെടുത്തു. ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ, ക്ലർക്ക് തസ്തികകളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് 17 ലക്ഷം രൂപയും ക്ലർക്ക് തസ്തികയിലേക്ക് 8 ലക്ഷം രൂപയുമാണ് നൽകേണ്ടത്. ബാലരാമപുരം കട്ടച്ചൽക്കുഴി സ്വദേശി T സന്തോഷ് കുമാറാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ഏജന്റാണെന്ന വ്യാജ ID കാർഡുമായാണ് സന്തോഷിന്റെ തട്ടിപ്പ്. പരാതിക്കാരനായ പോങ്ങമ്മൂട് സ്വദേശിയിൽ നിന്ന് സന്തോഷ് തട്ടിയത് 8 ലക്ഷം രൂപയാണ്. ചെന്നൈയിലെത്തിച്ച് വൈദ്യപരിശോധനയും സർട്ടിഫിക്കറ്റ് പരിശോധനയും പൂർത്തിയാക്കിയാണ് റെയിൽവേയുടെ ലോഗോയുള്ള ഓഫർ ലെറ്റർ നൽകുന്നത്. പിന്നീട് യാതൊരു അറിയിപ്പും ലഭിക്കാത്തതോടെ പറ്റിക്കപ്പെട്ട കാര്യം ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയുന്നു.
ബാലരാമപുരം സ്റ്റേഷനിലെ വിസ തട്ടിപ്പ് കേസിലും സന്തോഷ് പ്രതിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്യാമ്പിൽ പോലീസ് ചമഞ്ഞെത്തി പണം കവർന്ന കേസിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതി ഉൾപ്പെടെ 2 പേർ കീഴടങ്ങി. പൂന്തുറ പരുത്തിക്കുഴി സ്വദേശി ഷാനു മാഹീൻ, അട്ടക്കുളങ്ങര സ്വദേശി ഷമീർ എന്നിവരാണ് കീഴടങ്ങിയത്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം 27-ന് രാത്രി 12 മണിയോടെ വെങ്ങാനൂർ നെല്ലിവിളയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലാണ് സംഘം പോലീസ് ചമഞ്ഞെത്തി പണം തട്ടിയത്. കോഴിക്കോട് വടകര മടപ്പള്ളിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് 15ഓളം പേർക്ക് പരുക്ക്. കോഴിക്കോട് നിന്ന് തലശ്ശേരിക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് മടപ്പള്ളിക്ക് സമീപം ദേശീയപാതയുടെ വശത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞത്. ബസ്സിൽ 30ഓളം പേർ ഉണ്ടായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. ഇവരെ വടകരയിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ഓൾ ഇന്ത്യ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വർക്കല ഗോജു-റിയു കരാട്ടെ സ്കൂളിന് നേട്ടം. ഡൽഹി തൽക്കത്തോറ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ചാമ്പ്യൻഷിപ്പ്. സബ് ജൂനിയർ വ്യക്തിഗത ഇനത്തിൽ തേജസ് RS വെള്ളി മെഡലും സബ് ജൂനിയർ വ്യക്തിഗത ഇനത്തിൽ ശരൺ സജിത്ത് സ്വർണവും വെങ്കലവും നേടി. ജൂനിയർ വ്യക്തിഗത ഇനത്തിൽ അമൃത P, സീനിയർ വ്യക്തിഗത ഇനത്തിൽ അമൃത വിജയൻ എന്നിവർ വെങ്കല മെഡൽ സ്വന്തമാക്കി. ടീം ഇനത്തിൽ അമൃത വിജയൻ, സാഹിത്യ JI, അമൃത P എന്നിവർ സ്വർണ്ണ മെഡലും നേടി. ഇനി കാർഷിക കേരളം. കോഴിക്കോട് മുക്കം നഗരസഭ കൃഷിഭവന് കീഴിലെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇഞ്ചി മഞ്ഞൾ കൃഷിക്ക് തുടക്കമായി. മുക്കം വെസ്റ്റ് മണാശ്ശേരിയിലെ 80 സെന്റ് സ്ഥലത്താണ് കൃഷി. ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. മുക്കം നഗരസഭയിലെ വെസ്റ്റ് മണാശ്ശേരിയിൽ പാട്ടത്തിനടുത്ത 80 സെന്റ് സ്ഥലത്താണ് കൃഷി. കൃഷിഭവന്റെ കീഴിലെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് ഇഞ്ചിയും മഞ്ഞളും കൃഷിയിറക്കുന്നത്. വിളവായി കിട്ടുന്ന ഇഞ്ചിയും മഞ്ഞളും മുക്കം നഗരസഭയുടെ ജനകീയാസൂത്രണ ഇടവേള കൃഷിക്ക് വിത്താക്കി നൽകും. കൂടാതെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി പൂക്കൃഷിയും നടത്തുമെന്ന് മുക്കം കൃഷി ഓഫീസർ ടിൻസി ടോം പറഞ്ഞു. മുക്കം കാർഷിക കർമ്മസേനയുടെ കീഴിൽ ഏകദേശം നമ്മൾ നിരവധി രീതിയിലുള്ള കൃഷിരീതികൾ ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട് ഈ വർഷം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 80 സെൻറ്റോളം സ്ഥലത്ത് നമ്മൾ ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയവ കൃഷി ചെയ്തിട്ട് അടുത്ത വർഷം നമ്മുടെ ഇടവേള കിറ്റിലേക്കും മറ്റ് ജനങ്ങൾക്ക് ഉപകാരമുള്ള വിത്താക്കി കൊടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് ശേഷം മറ്റ് വ്യത്യസ്തമായ കൃഷി രീതിയിലേക്ക് കാർഷിക കർമ്മസേനയുടെ ഉപയോഗം നമ്മൾ ഉപയോഗപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിത്തിറക്കൽ ചടങ്ങിൽ മുക്കം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന, നഗരസഭാ കൗൺസിലർമാർ, കൃഷിവകുപ്പ് അധികൃതർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. മലപ്പുറം പാണ്ടിക്കാട് ഉറവംപുറം തോട്ടിൻകരയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പാണ്ടിക്കാട് കക്കുളം സ്വദേശി നിതീഷാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പന്തല്ലൂർ ഭാഗത്ത് നിന്നും വരികയായിരുന്ന കാറും പാണ്ടിക്കാട് ഭാഗത്ത് നിന്ന് പന്തല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും ആണ് കൂട്ടിയിടിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് കരകുളത്ത് ആളില്ലാത്ത വീട്ടിൽ മോഷണം. 8.5 പവനും 2000 രൂപയും കള്ളൻ കവർന്നു. കരകുളം വേങ്കോട് പ്ലാത്തറ ദീപുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ദീപുവിന്റെ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി 3 ദിവസമായി ഇവർ ആശുപത്രിയിലായിരുന്നു. പ്ലാത്തറയിൽ സമാന രീതിയിലുള്ള മോഷണം പതിവാണെന്നും പോലീസ് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വട്ടപ്പാറ പോലീസ് കേസെടുത്തു. ദേശീയപാത 66-ലെ വികസന പ്രവൃത്തിയിലെ അപാകത മൂലം ദുരിതത്തിലായി മലപ്പുറം വട്ടപ്പാറ നിവാസികൾ. മഴക്കാലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഓരോ മഴക്കാലത്തും നിരവധി പ്രശ്നങ്ങളാണ് വട്ടപ്പാറ ചോലക്കൽ റോഡിലെ താമസക്കാർ നേരിടുന്നത്. ശക്തമായ മഴയിൽ നിരവധി വീടുകളിലേക്കാണ് ചെളിയും വെള്ളവും കുത്തിയൊലിച്ചെത്തിയത്. പ്രദേശത്തെ ഒരു വീടിന്റെ മതിലും തകരാറിലായി. വീട്ടുമുറ്റത്താകട്ടെ വെള്ളക്കെട്ടാണ്. ഇപ്പൊ ഇവിടെ മഴ നല്ല ഇതില് കനത്തിൽ പെയ്യുമ്പോൾ ഇവിടെ 15-ലധികം വീടുകളിലേക്ക് സ്ഥിരമായിട്ട് വെള്ളം ഇറങ്ങുകയാണ്. സ്ഥിരമായിട്ട് വെള്ളം ഇറങ്ങുമ്പോൾ ഓരോ വീടുകളിൽ ആകെ ചളിയും നിറഞ്ഞിട്ട് നമുക്ക് പോയൊക്കെ അറിയാൻ കഴിയും. ആകെ ചളിയാണ്, എല്ലാ വീട്ടിലും ചളിയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ ഇവിടെ ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നുള്ളത്. ഇവിടെ ചാല് ഉണ്ടാക്കിയിട്ട് അതിന് ഒരു പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയായിട്ട് വെള്ളം പാസ് ചെയ്ത് താഴേക്ക് പോകും.
ഇത് ഇവിടെ മഴ ആദ്യം വന്ന ടൈമിൽ ഇവിടെയുള്ള വീടുകളിൽ എല്ലാവരുള്ള ആളുകളും പറഞ്ഞതാണ്. പക്ഷെ അവർ ചെയ്തു തരാനായിട്ട് ഇത്രയും ദിവസമായിട്ടും മഴ ആരംഭിച്ചിട്ടും ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടിട്ടില്ല. ദേശീയപാത വികസന പ്രവർത്തികൾ നടക്കുമ്പോൾ അതിനനുയോജ്യമായ രീതിയിൽ പരിഹാരമാർഗങ്ങൾ സ്വീകരിക്കാത്തതാണ് നാട്ടുകാർ ദുരിതത്തിലാവാൻ കാരണം. കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ടിലാണ്. മഴക്കാലത്തെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഏകദേശം 1-2 വീടിന്റെ മതിലൊക്കെ പൊട്ടിച്ചാടിയിട്ട് ഏകദേശം 1 ലക്ഷം രൂപയൊക്കെ മേലെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പലവട്ടം ഹൈവേ അതോറിറ്റി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ഹൈവേ നിർമ്മാണ കമ്പനി KNRCയുടെ വാഹനം നാട്ടുകാർ തടഞ്ഞിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ചാൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതും പാഴ്വാക്കായി. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് മുക്കത്ത് പാതയോരത്ത് മരം അടിഭാഗം തീകത്തി നശിച്ചതോടെ അപകടാവസ്ഥയിലാണ്. അഗസ്ത്യാമൊഴി കുന്നമംഗലം റോഡിലാണ് മരം നിലകൊള്ളുന്നത്. മഴക്കാലമായതോടെ മരം മുറിച്ചു നീക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് ഇടയാകും. മുക്കം അഗസ്ത്യമൊഴി കുന്നമംഗലം റോഡിലാണ് അപകടാവസ്ഥയിൽ മരമുള്ളത്. ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. കാലവർഷം ശക്തമാകുന്നതോടെ അപകടത്തിനിടയാക്കുമെന്നാണ് ആശങ്ക. അപകടാവസ്ഥയിലായ മരത്തിന്റെ തൊട്ടുതാഴെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമുണ്ട്. എത്രയും വേഗം മരം മുറിച്ചു മാറ്റണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ മാമ്പറ്റ പ്രതീക്ഷ സ്കൂൾ സമീപം അപകട നിലയിലായ ഒരു മരം, അതിൻ്റെ ഉള്ളു മുഴുവൻ പൊള്ളയാണ്. ഏത് നിമിഷവും ഈ മരം റോഡിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളുടെ മുകളിലേക്കോ വ്യാപാര സ്ഥാപനങ്ങളുടെ മുകളിലേക്കോ വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളു മുഴുവൻ പൊള്ളയായി കിടക്കുകയാണ്. അപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധ പതിപ്പിക്കുകയും ഇത് മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും വേണം. അഗസ്ത്യമൊഴി കുന്നമംഗലം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മരത്തിന് ചുവട്ടിലെ മണ്ണെടുത്ത് മാറ്റിയിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെ പരിശോധന നടത്തുകയും ജില്ലാ കളക്ടർക്കും ജില്ലാ ഫയർ മേധാവിക്കും മുക്കം നഗരസഭാ സെക്രട്ടറി ചെയർമാൻ എന്നിവർക്കും റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പക്ഷേ അപകടാവസ്ഥയിലുള്ള മരം പ്രദേശത്ത് നിലകൊള്ളുകയാണ്. ന്യൂസ് 18 മുക്കം. പട്ടാമ്പി കൊടുമുണ്ടയിൽ മരം വീണ് വീട് തകർന്നു. ശക്തമായ മഴയിലും കാറ്റിലുമാണ് അപകടം. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് പട്ടാമ്പി കൊടുമുണ്ടയിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണത്. ചീതപ്പുറത്ത് ജയശ്രീയുടെ വീടിന് സാരമായി കേടുപാടുകൾ പറ്റി. വീട്ടുകാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടമൊഴിവായി. ഗർഭിണി അടക്കമുള്ളവരാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിനുള്ളിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആൾക്കാർക്ക് വീടിന് പുറത്തേക്ക് ഓടി. ആ മഴയത്ത് നല്ലൊരു ഇതാണ് പൊട്ടി വീണത് ഇതിന് മുകളിലേക്ക്, വീടിന് മുകളിലേക്ക്. സംഭവത്തെ തുടർന്ന് മുതുമല പഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലിയും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ജനങ്ങളോട് പറയാനുള്ളത്, വീടിന്റെ അടുത്ത് ഇതുപോലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളോ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉടനടി വെട്ടി മാറ്റണം. കാരണം ജീവന് അപകടമില്ലാത്ത രീതിയിൽ സഹകരിക്കണം എന്നാണ് പറയാനുള്ളത്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 പട്ടാമ്പി. മറ്റു വാർത്തകളിലേക്ക്. നിർധനർക്ക് വീട് വയ്ക്കാൻ 1 ഏക്കറോളം ഭൂമി സൗജന്യമായി നൽകിയ CPM ലോക്കൽ സെക്രട്ടറി. കണ്ണൂർ ചപ്പാരപ്പടവ് ലോക്കൽ സെക്രട്ടറി ടോമി മൈക്കിളാണ് വ്യത്യസ്തമായ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയനായത്. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ടോമി 3 വർഷം മുമ്പാണ് പാർട്ടി ലോക്കൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നത്. IRPC ഉൾപ്പെടെയുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും സജീവമാണ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന നേതാവ് കൂടിയായ ഇദ്ദേഹം. തന്റെ നാടായ എടക്കോത്ത് CPM ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കവെയാണ് ഇതിനോടനുബന്ധിച്ച് 1 ഏക്കറോളം ഭൂമി നിർധനർക്ക് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചത്. സഹോദരി ഭർത്താവിന്റെയും തന്റെയും ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 8 സെന്റ് സ്ഥലമാണ് 11ഓളം കുടുംബങ്ങൾക്കായി ടോമി വീതിച്ചു നൽകിയത്. ഏറ്റവും സുതാര്യമായി ലൈഫിൻ്റെയൊക്കെ അർഹതയുള്ള ആൾക്കാരെയൊക്കെ അതുപോലെയുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ഒരു വാസയോഗ്യമായ ഒരു സ്ഥലം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഒരു വീടുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നല്ലത് എന്നൊരാശയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതാണ്. അർഹരായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചു. ജൂലൈ 10 വരെ അപേക്ഷ സ്വീകരിച്ച തീർത്തും നിർധനരായ ആളുകളുടെ പട്ടിക തയ്യാറാക്കിയാണ് ഭൂമി പതിച്ചു നൽകുക. 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 1 ഏക്കർ 8.5 സെന്റ് വസ്തു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ആ വസ്തു പാവപ്പെട്ട വീടില്ലാത്ത ആളുകൾക്ക് 11ഓളം ആളുകൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. റോഡ്, വൈദ്യുതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിനു ശേഷമാണ് ഭൂമി കൈമാറുക. ഭൂമി ലഭിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ ആവശ്യമായ സഹായം ചെയ്യാൻ ഏതെങ്കിലും സംഘടനകൾ രംഗത്ത് വരുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഞങ്ങൾ ഈ ഭൂമി നൽകുമ്പോൾ
വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറായി ഏതെങ്കിലും സന്നദ്ധ സംഘടന മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സ്വീകരിക്കും. പാർട്ടി ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് എടക്കോം ബ്രാഞ്ചിലെ പാർട്ടി കുടുംബങ്ങൾ. ന്യൂസ് 18 ആലക്കോട്. കാസർഗോഡ് പീലിക്കോട് മട്ടലായി കോളനിയിൽ സ്ഥാപിച്ച ശുദ്ധജല വിതരണ പദ്ധതി നോക്കുകുത്തിയായി. കുഴൽക്കിണറിൽ നിന്നും ചെളിവെള്ളം ലഭിച്ചതോടെയാണ് പ്രവൃത്തി പൂർത്തീകരിച്ച പദ്ധതി ഉപേക്ഷിച്ചത്. കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന മട്ടലായി കോളനിയിലെ 100ഓളം കുടുംബങ്ങൾക്കായാണ് കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. 5 വർഷം മുൻപ് കുടിവെള്ള പദ്ധതി പൂർത്തിയായെങ്കിലും ശുദ്ധജലം ലഭിക്കാത്തതിനെ തുടർന്ന് ഉപേക്ഷിച്ചു. 100ഓളം വീടുകളിൽ കുടിവെള്ള ടാപ്പുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച ശേഷമാണ് പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടത്. കുഴൽക്കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തപ്പോൾ ചെളിവെള്ളമാണ് ലഭിച്ചത്. പ്രശ്നം പരിഹരിച്ച് കുടിവെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ നാട്ടുകാർക്ക് പിന്നീട് പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു എന്ന വിവരമാണ് ലഭിച്ചത്. ആദ്യം വെള്ളം കിട്ടിയിരുന്നു ആദ്യം പറഞ്ഞത്. അതിനുശേഷം രണ്ടാമത് വെള്ളം അടിക്കുന്ന സമയത്ത് ചളിയാന്ന് വരുന്ന പറയുന്നത്. ആ ചളി വന്നിട്ട് പിന്നെ മോട്ടർ അടിക്കാൻ പറ്റുന്നില്ല, ഫുള്ള് വെള്ളം അടിക്കുമ്പോൾ ചളി വരുന്നു. അതുകൊണ്ട് ഈ പദ്ധതി അടുത്തേക്ക് അവരത് ഉപേക്ഷിച്ച് അപ്പം തന്നെ പോയി. അല്ലാതെ അതിനുശേഷം ഇത് ഇങ്ങനൊരു പദ്ധതി ഇവിടെ നടത്തി അതിൽ വെള്ളം കിട്ടിയില്ല, എല്ലാവർക്കും ജലം വിതരണം ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് അതിന് വേണ്ട പ്രതിവിധി ചെയ്ത് അടുത്തൊരു പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ ആരും അതിന് ശ്രമിച്ചില്ല. അത് ഈ ചെയ്ത പദ്ധതി അവിടത്തേക്ക് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഉണ്ടായിരുന്നത്. പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ച കുഴൽക്കിണർ, പമ്പ് ഹൌസ്, ജലസംഭരണി എന്നിവയെല്ലാം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. കോളനിയിലെ അപൂർവം വീടുകളിൽ മാത്രമാണ് കിണറുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണമുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യത്തിന് പര്യാപ്തമല്ല. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയിൽ തുടർ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പിലിക്കോട്. പ്രളയത്തിൽ തകർന്ന പത്തനംതിട്ട കോമളം പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങി. 12 കോടി മുടക്കിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. കാലവർഷത്തിൽ പാലത്തിന് ബലക്ഷയം സംഭവിച്ചതോടെയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പുറമറ്റം കല്ലുപാറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോമളം പാലം 2021 പ്രളയത്തിലാണ് തകർന്നത്. പാലം തകർന്നതോടെ കല്ലുപാറ പഞ്ചായത്തിൽ താമസിക്കുന്നവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് പുറമറ്റം പഞ്ചായത്തിലെത്തുന്നത്. ഇതോടെയാണ് ഇരുകരകളിലും താമസിക്കുന്നവരുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനായി പുതിയ പാലം നിർമ്മിക്കുന്നത്. 12 കോടി മുടക്കി നിർമ്മിക്കുന്ന പാലത്തിന്റെ കരാർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നൽകിയിട്ടുള്ളത്. 12 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ഒരു കാലാവധി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലാവധി നിശ്ചയിച്ച പ്രകാരം ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടുമെന്നുള്ളത് പ്രത്യേകം ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. 3 വർഷമായി പ്രദേശവാസികൾ നേരിടുന്ന യാത്രാ ദുരിതത്തിന് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹാരമാകും. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് വടകര ആയഞ്ചേരിയിൽ വൃദ്ധദമ്പതികളുടെ കുടിലിന്റെ ഒരു ഭാഗം നശിപ്പിച്ചു. ആയഞ്ചേരി കുറ്റിവയലിൽ അപ്പുക്കുട്ടൻ, ഉഷ എന്നിവരുടെ കുടിലാണ് തകർക്കപ്പെട്ടത്. നാട്ടുകാരായ 2 പേർ സൗജന്യമായി നൽകിയ 5.5 സെന്റ് ഭൂമിയിലാണ് ഇവർ കുടിൽ കെട്ടി താമസിച്ചിരുന്നത്. ഗൂഡല്ലൂരിൽ നിന്ന് 8 വർഷം മുമ്പ് ആയഞ്ചേരിയിൽ താമസമാക്കിയതാണ് അപ്പുക്കുട്ടനും കുടുംബവും. പശു വളർത്തിയാണ് ഉപജീവനം. പശുക്കൾ ചത്തുപോയതോടെ ഇപ്പോൾ മറ്റു വീടുകളിലെ പശുവിനെ കറന്നാണ് ജീവിതം. വാടക നൽകാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് താമസ സ്ഥലത്ത് നിന്ന് മാറേണ്ടി വന്നത്. നാട്ടുകാരനായ കുഞ്ഞാമത് ഹാജിയും ജമാലും ചേർന്ന് നൽകിയ 5.5 സെന്റ് ഭൂമിയിൽ കഴിഞ്ഞ ദിവസമാണ് കുടിൽ കെട്ടിയത്. കുടിലിനോട് ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരുന്ന കുളിമുറിയും ശുചിമുറിയും അടങ്ങുന്ന ഭാഗമാണ് അജ്ഞാതർ തകർത്തത്. സുഖമില്ലാത്തതുകൊണ്ട് ഒരു നിവർത്തിയില്ല, വാടക കൊടുക്കാനൊന്നുമില്ല. മാസം 5000 രൂപ വാടക കൊടുക്കണം. വാടക കൊടുക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവര് പിന്നെ കക്കൂസ് കെട്ടിത്തരാന്ന് പറഞ്ഞ് ഇന്നലെ കക്കൂസ് കെട്ടി അവർ കെട്ടിക്കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് കുളിച്ചിട്ട് ചായ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി വാടക വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് സന്ധ്യയ്ക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം പൊളിച്ചു വാരിയിട്ടിട്ടുണ്ട്. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ സമയത്തായിരുന്നു ആക്രമണം. ഇതോടെ ദമ്പതികൾ ഭീതിയിലാണ്. മക്കൾ 2 പേരും തൊഴിൽ തേടി മറ്റിടങ്ങളിലാണ്. വടകര പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 വടകര. പട്ടാമ്പി നടുവട്ടം മാഞ്ഞാമ്പ്ര റോഡ് 2ാം ഘട്ട നവീകരണം ആരംഭിച്ചു. പാതിവഴിയിൽ നവീകരണം നിലച്ച റോഡ് കാലങ്ങളായി തകർച്ചയിലാണ്. മഴ ശക്തമായാൽ റോഡിലൂടെയുള്ള സഞ്ചാരം ദുരിതമാകും. കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് പട്ടാമ്പി തിരുവേഗപ്പുറ പഞ്ചായത്തിലെ നടുവട്ടം വടക്കേ മുത്തശ്ശിയാർക്കാവ് മാഞ്ഞാമ്പ്ര റോഡ്. പാതയുടെ 2ാം ഘട്ട പ്രവൃത്തികൾക്കാണിപ്പോൾ തുടക്കമായത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 21 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത്. നേരത്തെ 15 ലക്ഷം രൂപ ഉപയോഗിച്ച് ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ റോഡ് വീണ്ടും തകർന്നു. 2ാം ഘട്ടം എന്ന നിലയിലാണ് 21 ലക്ഷം രൂപ അനുവദിച്ചത്. നേരത്തെ അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കി കട്ട വിരിച്ച് മനോഹരമായ റോഡാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി 21 ലക്ഷം രണ്ടാമത് നമ്മൾ അനുവദിച്ചു. എന്നാൽ ആ 21 ലക്ഷം രൂപയും മുഴുവൻ ചെലവാകുന്നില്ല. ഏതാണ്ട് 3.5-4 ലക്ഷത്തോളം റുപ്യ അതിൽ കുറഞ്ഞാണ്
ഇത് ടെൻഡർ എടുത്തിട്ടുള്ളത്. സർക്കാരിന്റെ പൈസ 3.5-4 ലക്ഷത്തോളം അതിലും കുറഞ്ഞാണ് ഇത് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. മഴ ശക്തമായാൽ പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാകും. ഈ സാഹചര്യത്തിൽ വളരെ വേഗത്തിലാണ് നവീകരണം പുരോഗമിക്കുന്നത്. കട്ടവിരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പാതയിൽ നടത്താനും ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. വിവാദത്തിലായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പ്രതിമ നീക്കം ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. കൊട്ടാരക്കര മണികണ്ഠൻ ആൽത്തറയിൽ 3 വിളക്കിന് സമീപം സ്ഥാപിച്ച പ്രതിമയാണ് നീക്കം ചെയ്യേണ്ടത്. 6 മാസത്തിലധികമായി നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പ്രതിമ മൂടിവെച്ചിരിക്കുകയാണ്. മണികണ്ഠൻ ആൽത്തറയും പ്രതിമ സ്ഥാപിച്ച ഇടവും ദേവസ്വം ഭൂമിയാണെന്നും അനുമതിയില്ലാതെ സ്ഥാപിച്ച പ്രതിമ നീക്കം ചെയ്യണമെന്നുമായിരുന്നു ദേവസ്വം ബോർഡിന്റെ ആവശ്യം. പൊതു ഇടങ്ങളിലും വഴിയരികിലും പ്രതിമകൾ സ്ഥാപിക്കരുതെന്ന ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് നഗരസഭയുടെ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിമ മാറ്റാൻ ഉത്തരവായത്. കൂടിയാലോചനകളില്ലാതെ ഒരു രാത്രിയിൽ മണികണ്ഠൻ ആൽത്തറയിൽ 3 വിളക്കിന് സമീപം പ്രതിമ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്നും പ്രതിമ നിർമ്മിക്കുവാനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭ ഉപേക്ഷിച്ചു. പ്രതിമ വിവാദം കോടതി കയറിയതോടെ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പ്രതിമ അനാവരണം നടന്നില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രതിമ നീക്കണം. ന്യൂസ് 18 കൊട്ടാരക്കര. NSSന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ അധ്യാപക സംഘടനകൾ. സോഷ്യൽ മീഡിയ ഇടപെടൽ വരെ നിയന്ത്രിക്കുമെന്ന തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തിനും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനുമടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ NSS കോളേജ് സെൻട്രൽ കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലറാണ് വിവാദമായിരിക്കുന്നത്. UGC നിയമവ്യവസ്ഥകൾ, സേവന നിയമങ്ങൾ, പ്രൊഫഷണൽ പെരുമാറ്റച്ചട്ടങ്ങൾ എന്നിവ എയ്ഡഡ് കോളേജ് അധ്യാപകർക്കും ജീവനക്കാർക്കും ബാധകമാണെന്ന് സർക്കുലറിൽ പറയുന്നു. അധ്യാപകർക്ക് TV ഷോകൾ, ചാനൽ സംവാദങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് പ്രിൻസിപ്പലിന്റെയോ മാനേജ്മെന്റിന്റെയോ മുൻകൂർ അനുമതി തേടണം. സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾക്കും നിയന്ത്രണമുണ്ട്. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ നടപടി ജീവനക്കാരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് അധ്യാപക സംഘടനകൾ പറയുന്നു. അധ്യാപകരോടുള്ള വൈരനിര്യാതന ബുദ്ധിയാണ് ഈ പ്രവർത്തനങ്ങളുടെയെല്ലാം കാരണം. ജനാധിപത്യ വിരുദ്ധവുമായി ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള സർക്കുലറിൽ നിന്ന് NSS മാനേജ്മെന്റ് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൽ ഒരു മാനേജ്മെന്റിനോടും തുറന്ന പോര് പ്രഖ്യാപിക്കുവാനുള്ള താല്പര്യം ഒട്ടുമേ AKPCTക്കില്ല. NSS മാനേജ്മെന്റിനോടും അതേ സമീപനമാണുള്ളത്. ഈ സർക്കുലർ പിൻവലിച്ച് മികച്ച അക്കാദമിക അന്തരീക്ഷം കോളേജുകൾക്ക് ഉണ്ടാക്കണം എന്നാണ് മാനേജ്മെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. UGC ചട്ടങ്ങൾക്കും സർവകലാശാല നിയമങ്ങൾക്കും വിരുദ്ധമാണ് ഈ നിയന്ത്രണങ്ങളെന്ന് അധ്യാപകർ വ്യക്തമാക്കുന്നു. സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് സംഘടനകളുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.